എല്ലാവർക്കും നമസ്കാരം. ധ്വനി കലാലയത്തിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് പുതിയൊരു കീർത്തനം പഠിക്കാൻ പോവാണ്. സരസിജ നയനെ പരിമളഗാത്രി. എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വലിയൊരു കീർത്തനമാണ്, രാഗമാലികയായിട്ടാണ് പാടുന്നത്. സോപാന സംഗീതത്തിനെ ഇഷ്ടപ്പെടുന്നവർ, അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സരസിജ നയനെ പരിമളഗാത്രി. കല്യാണി രാഗത്തിലാണ് കീർത്തനം തുടങ്ങുന്നത്. കല്യാണി, ആനന്ദഭൈരവി, കാമ്പോജി, മധ്യമവതി, അങ്ങനെ 4 രാഗങ്ങളിലാണ് ഈ കീർത്തനം രാഗമാലികയായിട്ടാണ് പാടാറുള്ളത്. അപ്പോൾ നമുക്ക് കല്യാണി രാഗത്തെക്കുറിച്ചിട്ട് ആദ്യത്തെ 2 സ്റ്റാൻസ പഠിക്കാം. കല്യാണി രാഗം എന്ന് പറയുന്ന സമയത്ത് പാട്ടുകൾ കേൾക്കുന്ന ആൾക്കാർക്ക് വേഗം മനസ്സിലാവുന്ന സിനിമാ ഗാനങ്ങളുണ്ട്. ദേവാങ്കണങ്ങൾ, കൈയൊഴിഞ്ഞ താരകം, പിന്നെ അനുരാഗിണി ഇതായൻ, ഇതെല്ലാം കല്യാണി രാഗത്തിലാണ്. കർണാടക സംഗീതം പഠിക്കുന്ന സമയത്ത് കമലജാതള വിമല സുനയന, അങ്ങനെ ഒരു ഗീതമുണ്ട്. കമലജാതള വിമല സുനയന കരിവരദ കരുണാംബുധേ, കല്യാണി രാഗത്തിലാണ്. അപ്പോൾ കല്യാണി രാഗത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ, അതിൻ്റെ കല്യാണി രാഗം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ ഈ പറഞ്ഞ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. ഇത് മാതംഗി ഭഗവതിയെക്കുറിച്ചിട്ടാണ് ഈ കീർത്തനം. മാതംഗി ജയ ഭഗവതി ജയ ജയ, അങ്ങനെ എല്ലാ സ്റ്റാൻസയിലും മാതംഗി ജയ ഭഗവതി ജയ ജയ എന്നാണ് സ്റ്റാൻസയുള്ള അവസാനത്തെ വരിയിൽ. അപ്പോൾ ഈ കീർത്തനം പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ശ്ലോകം പഠിക്കും. അത് കല്യാണി രാഗത്തിൽ തന്നെയാണ്. മാണിക്യ വീണാം ഉപലാളയന്തി മദാലസ മഞ്ജുള വാഗ്വിലാസ മാഹേന്ദ്ര നീല ദ്യുതികോമളാംഗി മാതംഗ കന്യ മനസാസ്മരാമി. അപ്പോൾ നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം ആദ്യം. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ശ്ലോകം തുടങ്ങാം. ശ്ലോകം ഓരോ വേർഡായിട്ട് ഞാൻ ചൊല്ലാം. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാവരും ഏറ്റു ചൊല്ലാം. മാണിക്യ വീണ ഉപലാളയന്തി, മൂന്ന് ചൊല്ലാം. മാണിക്യ വീണ മാണിക്യ വീണ ഉപലാളയന്തി മദാലസ മദാലസ മഞ്ജുള വാഗ്വിലാസ മഞ്ജുള വാഗ്വിലാസ മാഹേന്ദ്ര നീല ദ്യുതികോമളാംഗി മാതംഗ കന്യാ മനസാ സ്മരാമി മനസാ സ്മരാമി.
അങ്ങനെയാണ് ശ്ലോകം. അപ്പോൾ ശ്ലോകത്തിൻ്റെ വരികൾ, കീർത്തനത്തിൻ്റെ വരികളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് എഴുതിയെടുക്കുക, നോക്കി പാടുക, വീഡിയോ കണ്ടിട്ട് ഒപ്പം ഏറ്റു പാടാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നും കൂടി ശ്ലോകം മുഴുവനായിട്ട് ഞാൻ ഒന്നും കൂടി പാടാം. മാണിക്യ വീണ ഉപലാളയന്തി മദാലസ മഞ്ജുളവാക്പിലാസ മാഹേന്ദ്രനീല ദ്യുതികോമളാംഗീ മാതംഗകന്യാ മനസാ സ്മരാമി. മാതംഗകന്യാ മനസാ സ്മരാമി. ഇനി പദം, കീർത്തനം. ആദ്യത്തെ 2 സ്റ്റാൻസ കല്യാണി രാഗത്തിലാണ്, ചെമ്പട താളത്തിലാണ് ഇത്. അപ്പോൾ പരിചയമുള്ളവർക്ക്, ചെമ്പട താളത്തെക്കുറിച്ച് അറിയാത്തവർക്കും വീഡിയോ ചെയ്തിട്ടുണ്ട്, നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ പോയി കാണുക. ചെമ്പട താളത്തിൽ എങ്ങനെയാണ്, ചെമ്പട താളം എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പോയി കാണുക, മനസ്സിലാക്കുക, എന്നിട്ട് പാടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കീർത്തനത്തിലേക്ക് കിടക്കാം. ചെമ്പട താളത്തിൻ്റെ ഒരു താളവട്ടം വീതം പാടാം, അതെല്ലാവരും കൂടി ഏറ്റു പാടാം. സരസിച്ച നയനേ സരസിച്ച നയനേ പരിമള ഗാത്രീ പരിമള ഗാത്രീ സുരജന വന്ദ്യേ സുരജന വന്ദ്യേ ചാരു പ്രസന്നേ ചാരു പ്രസന്നേ കരുണ പൂര കരുണ പൂര തരംഗ അതായൊരു തരംഗ അതായൊരു മാതംഗി ജയ മാതംഗി ജയ ഭഗവതി ജയ ജയ ഭഗവതി ജയ ജയ മാതംഗി ജയ മാതംഗി ജയ ഭഗവതി ജയ ജയ ഭഗവതി ജയ ജയ. ആദ്യത്തെ സ്റ്റാൻസ പാടുന്ന സമയത്ത് സരസിജ നയനെ പരിമളഗാത്രി സുരജനവന്തി ചാരുപ്രസന്നെ, വരികളുടെ അർത്ഥങ്ങൾ നമുക്ക് അതൊന്ന് ഊഹിച്ചെടുക്കാൻ കഴിയും. ആ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്ക് പാടാൻ. അപ്പോൾ അത്
ഒരു ഭക്തിരസം കൂടുതൽ കൊടുത്തിട്ട് വേണം നമുക്ക് പാടാൻ. ഇതിൽ മാതംഗി ജയ ഭഗവതി ജയ എന്ന് പാടുന്ന സമയത്ത് ശരിക്കും ഭഗവതി അങ്ങോട്ട് കണ്ടിട്ട് വേണം അതൊന്ന് പാടാൻ. അപ്പോൾ അങ്ങനെ എല്ലാ വരികളിലും അങ്ങനെ പാടാൻ ശ്രമിക്കുക. കരുണാപൂര തരംഗം അതായൊരു, വരികൾ എഴുതുന്ന സമയത്ത് തരംഗം അതായൊരു എന്നാണ് വരികൾ എഴുതുക. അപ്പോൾ മുറിച്ച് പാടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയാവും. തരംഗം അതായൊരു മാതംഗി ജയ ഭഗവതി ജയ ജയ, അങ്ങനെ പാടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ തരംഗ അതായൊരു എന്ന് പാടരുത്, തരംഗം അതായൊരു, അങ്ങനെ വേണം പാടാൻ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റാൻസയിൽ കിടക്കാം. ഈ കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റാൻസ തുടങ്ങുന്നത് സപ്തസ്വരങ്ങളാണ്. സരസിജ നയനെ എന്നുള്ള സ്റ്റാൻസ. ഇനി അടുത്തത് രീതികളെല്ലാം നീതിയിൽ നൽകും. സരിഗമ പദനിസ എന്നുള്ള ഓർഡറിലാണ് ഈ സ്റ്റാൻസകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സപ്തസ്വര കീർത്തനം എന്നുകൂടി ഇതിന് പേരുണ്ട്. നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് കിടക്കാം. രീതികൾ എല്ലാം, രീതികൾ എല്ലാം നീതിയിൽ നൽകും, നീതിയിൽ നൽകും മോഹന രൂപേ, മോഹന രൂപേ ചേതസിംഗൽ, ചേതസിംഗൽ ചേതോ രംഗേ, ചേതോ രംഗേ നടമാടിടുക, നടമാടിടുക മാതംഗി ജയ ഭഗവതി ജയ ജയ, മാതംഗി ജയ ഭഗവതി ജയ ജയ, മാതംഗി ജയ ഭഗവതി ജയ ജയ, മാതംഗി ജയ ഭഗവതി ജയ ജയ. മാതംഗി ജയ ഭഗവതി ജയ ജയ നമ്മൾ ആദ്യത്തെ സ്റ്റാൻസിൽ നേരവണ്ണം പഠിച്ചു വെച്ചാൽ അടുത്ത സ്റ്റാൻസ പാടുന്ന സമയത്ത് മുഴുവനായിട്ട് പാടാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് അടുത്ത സ്റ്റാൻസിൽ അത് മുഴുവനായിട്ട് പാടിയത്. അപ്പോൾ മുറിച്ച് പാടുന്നത് ശ്രദ്ധിക്കുക, വരികളുടെ അർത്ഥമനുസരിച്ച് ഭക്തിയോടുകൂടി പാടാൻ ശ്രമിക്കുക. ഇതെല്ലാം വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കല്യാണി രാഗത്തിലുള്ള 2 സ്റ്റാൻസയാണ് അത്, ശ്ലോകം. അതും കൂടി വൃത്തിയായിട്ട് പഠിക്കുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം. അതുവരേക്കും സോപാന സംഗീതത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയൊരു നമസ്കാരം.